Halcyon Medical College Hospital, Adur, Pathanamthitta. ജോയിൻറ്റ് പെയിൻസ് എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പല ഏജസിലും ഉണ്ടാകാം. സാധാരണയായിട്ട് പ്രായമുള്ള ആൾക്കാർക്കാണ് അതുണ്ടാകുന്നത്. ഏകദേശം ഒരു 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. സ്ത്രീകൾക്കാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. മസിൽസിനുള്ള ബലക്കുറവ്, അസ്ഥിക്കുള്ള വളവ്, പിന്നെ അസ്ഥിക്കുള്ള ബലക്കുറവ്, ഇതെല്ലാം കൊണ്ട് തന്നെ ഉണ്ടാവാം. ഇതിൻ്റെ സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നടക്കാൻ നേരം അമിതമായിട്ടുള്ള വേദന, കാല് വഴക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഡിഫോമിറ്റീസ്, പിന്നെ സാധാരണയായിട്ടുള്ള ഈ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും അവർക്ക് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകുന്നതാണ്. ഇതെങ്ങനെ നമ്മൾ ചികിത്സിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടമായുള്ള ക്വസ്റ്റ്യൻ. ആദ്യമായിട്ട് പേഷ്യൻറ്റിൻ്റെ ജനറൽ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യണം. വെയിറ്റ് കുറയ്ക്കുക, കൂടുതലായിട്ടുള്ള കാൽസ്യം വൈറ്റമിൻസ് കൊടുക്കുക, കൂടുതൽ എക്സസൈസ് ചെയ്യുക, മരുന്നുകളും കൊടുക്കാം. ഇതുകൊണ്ട് മാറുന്നില്ലെങ്കിൽ മാത്രം കൂടുതൽ അഗ്രസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലോക്കലായിട്ട് മുട്ടിനകത്തിൽ ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് മാറിയില്ലെങ്കിൽ ഒരുപക്ഷെ നല്ല പ്രയാസങ്ങൾ നേരിടുകയാണെങ്കിൽ മുട്ട് മാറ്റിവെക്കൽ ഓപ്പറേഷനായ ജോയിൻറ്റ് റിപ്ലേസ്മെൻ്റാണ് നമ്മൾ മുട്ടിനായിട്ട് ചെയ്യുന്നത്. ചെറുപ്പക്കാർക്കും മുട്ടിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഇവിടെ തേയ്മാനത്തിനേക്കാളും കൂടുതലായിട്ട് സ്പോർട്സ് ഇഞ്ചുറീസ്, വാദം, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഇൻഫെക്ഷൻ, ട്യൂബർക്കുലോസിസ്, പയോജനിക് ആർത്രൈറ്റിസ്, ഗൗട്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ഇതിന് നമ്മൾ കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. ലിഗമെൻറ്റ്സ് ഇഞ്ചുറീസ് ഒരു കാരണമാണ്. അതിന് നമ്മൾ ACL, PCL പോലുള്ള ലിഗമെൻറ്റ്സ് നമ്മൾ റിക്കൺസ്ട്രക്റ്റ് ചെയ്യും. മെനിസ്കസ് ഇഞ്ചുറീസ് ഉണ്ടാകും, അതും നമ്മൾ സർജറി ചെയ്ത് ഒരു പരിധിവരെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. വാദത്തിന് അതിൻ്റേതായ ചികിത്സയുണ്ട്, ഇൻഫെക്ഷൻ അതിൻ്റേതായിട്ടുള്ള ചികിത്സയുണ്ട്. ട്യൂബർക്കുലോസിസ് ഒക്കെ ആണെങ്കിൽ തുടർച്ചയായിട്ടുള്ള 1 വർഷത്തോളമുള്ള ചികിത്സകളുണ്ട്. ഇതിനെല്ലാത്തിനും റീഹാബിലിറ്റേഷനും വളരെ അത്യാവശ്യമാണ്. സർജറിയും അല്ലെങ്കിൽ മെഡിസിൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ മസിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള എക്സസൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്.